ആരും വിഷമിച്ച് പോകാനുള്ള ഒരു ഇത് വരത്തില്ല, കാര്യം നടക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് ആശ്വാസത്തിന്റെ ഒരു പുണ്യകേന്ദ്രം. തൊഴിൽ തടസ്സം, വിവാഹ തടസ്സം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി മനുഷ്യർ അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും പരിഹാരമെന്ന് ഭക്തർ വിശ്വസിക്കുന്ന ഒരിടം. ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഒരു വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരോടുകൂടി ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങിപ്പോകേണ്ടി വരില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തർക്ക് ഓരോർക്കും അവരവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നടന്നതിനെ കുറിച്ച് ഒരുപാട് പറയുവാനുണ്ട്. എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. നമസ്കാരം, എന്താ പേര്? സന്തോഷം. സന്തോഷം. എവിടുന്നാ വരുന്നത്? നാവായിക്കുളത്തുനിന്ന്. പേരെന്താ? സന്ധ്യ. നാവായിക്കുളം. സഹോദരിയാണ്. എന്താണ് ഭഗവാന്റെ മണ്ഡലത്തെ കുറിച്ച് പറയാനുള്ളത്? ആഗ്രഹം സാധിക്കുന്നുണ്ട്, ഞങ്ങൾ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നുണ്ട്. കാര്യം ഞാൻ ഈ ന്യൂസ് കണ്ടാണ് ഞങ്ങളിവിടെ എത്തി അനിയത്തിയുടെ ഭർത്താവിനെ ഗൾഫിൽ വിടണമെന്ന് അനിയത്തി ഇവിടെ ഒരു 7 പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അത് സംഭവം സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ പൊട്ടൊക്കെ കൊണ്ടുവയ്ക്കാന്ന് പറയുന്ന നേർന്നായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ഇവിടെ കൊടുത്തായിരുന്നു. അപ്പൊ ഞങ്ങളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? എന്തായാലും സന്തോഷമുണ്ട്. ഞങ്ങളെ കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ. അപ്പൊ ഇനിയും തുടർന്ന് വരാനും നല്ല ആഗ്രഹമുണ്ട്. നടക്കുന്നുള്ള പ്രതീക്ഷ. ആഗ്രഹമായിട്ടാണോ ഇപ്പൊ? ഇപ്പൊ ചെറിയൊരു ആഗ്രഹം. വീട്ടിലെ തടസ്സങ്ങളെല്ലാം ഒന്ന് മാറി കിട്ടണം, അങ്ങനെ. അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. എന്തായാലും ഭഗവാന്റെ മണ്ണിൽ വരുന്നവർക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും വരുന്ന കാര്യം നടക്കും എന്നുള്ളത് തന്നെയാണ്. നടക്കുന്നുള്ളതാണ്. ആരും വിഷമിച്ച് പോകാനുള്ള ഒരു ഇത് വരത്തില്ല, കാര്യം നടക്കും. ഇത് ഞാൻ പറയുന്നതല്ല, കാരണം ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും പറയുന്നതാണ്, പ്രത്യേകിച്ചും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ. കാരണം ഇവിടെ നിരവധി ഭക്തരാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത്. എത്തുന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും അല്ലെങ്കിൽ ജീവിതം തന്നെ വഴിമുട്ടിയ ചില സാഹചര്യങ്ങളാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറച്ചു വിശ്വസിക്കുന്നതും ദൈവികം എന്ന ആ ഒരു ശക്തിയെ തന്നെയാണ്. ആ ദൈവവിശ്വാസത്തിൽ തന്നെയാണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും തള്ളി നീക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതും. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വിശ്വസിച്ചില്ലെങ്കിൽ അത്രയും വിശ്വാസത്തോടു കൂടി വന്ന് നമുക്ക് പറയുവാൻ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ടതകളും പറയുവാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് എപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസ ആരാധനാലയം തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതലും ആശ്രയിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ കണ്ണുനീരോട് കൂടി വന്നു കഴിഞ്ഞാൽ ആ കണ്ണുനീർ തോർന്ന് മാത്രമേ ഇവിടെ നിന്ന് പോകൂ, അല്ലെങ്കിൽ ആ ഒരു സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മാറുമെന്ന് തന്നെയാണ് ഓരോ ഭക്തരുടെയും വിശ്വാസം. We are from Coimbatore. This is Sudha Mohan. We got to know about this temple, about Lakshmi Narayana Swami temple through one of our friends. We came for a function, also attended, wanted to get the divine blessings of Goddess, and we feel so peaceful and spiritual after coming here. ഈ അമ്പലം കുറച്ച് വിശേഷം പണിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ വന്ന. പിന്നെ ഇവിടെ എല്ലാം കണ്ട് പിന്നെ നമ്മെ വാട്ട് വി ആർ തിങ്കിങ് അത് നടക്കുന്നു പണിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ വന്നത്. ഓക്കെ, താങ്ക് യു. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവങ്ങളിൽ അപൂർവമായ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഭൂമിയിലെ തന്നെ ഒരു സ്വർഗമായി ഭക്തർ കരുതുന്ന ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വിശ്വാസികൾ ഒഴുകിയെത്തുന്നത്. ഇവിടെ എത്തി നെയ്വിളക്കും 7 തുളസിമാലയും ഒരു പാൽപ്പായസവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ഓരോ ഭക്തരുടെയും സാക്ഷ്യം. ഞാൻ മാവേലിക്കര. അതെ, ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ യൂട്യൂബിനകത്തുനിന്ന് കണ്ടറിഞ്ഞു വന്നതാണ്, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ഇവിടെ ഒരു പൂജയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പൂജയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കിളിമാനൂർ ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, ഞാനിപ്പം 5ാമത്തെ പൂജ. എന്താണ് ഭഗവാനെ കുറിച്ച് പറയാനുള്ളത്? കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് സ്റ്റേജിലോട്ടായിട്ടുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എത്തുന്നുണ്ട്. അതെ, സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ പൂജ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുറച്ച് സമയം കൂടെ എടുക്കുമല്ലോ. എന്തായാലും നടക്കുമെന്നുള്ള വിശ്വാസമാണ്. വ്യാഴാഴ്ചകളിൽ നടക്കുന്ന ലക്ഷ്മി നാരായണ പൂജയും വെള്ളിയാഴ്ചയിലെ കുരുതി പൂജയും ഞായറാഴ്ചകളിൽ നടക്കുന്ന നരസിംഹ പൂജയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പൂജാവേളകളിൽ ക്ഷേത്രത്തിന് മുകളിൽ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്ന കാഴ്ച വിശ്വാസികൾക്കേറെ പുണ്യമാണ്. കൊല്ലം പാരിപ്പള്ളി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഗ്യാസ് പ്ലാന്റിന് സമീപമാണ് ഈ പുണ്യസങ്കേതം നിലകൊള്ളുന്നത്. പ്രാർത്ഥനയോടെ എത്തുന്നവർക്ക് ആഗ്രഹ സഫലീകരണം നൽകുന്ന വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഭക്തർക്ക് എന്നും ഒരു ആശ്രയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.